ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയായിട്ട് പോവാം. നെക്സ്റ്റ് ഫൈനൽ എപ്പിസോഡാണ് തോന്നുന്നു. അങ്ങനെയായിട്ട് ഹേമ അവിടെ നിന്ന് മയങ്ങി വരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് അങ്ങനെയായിട്ട് കൊറിയൻക്ക് പോകുന്ന ഫ്ലൈറ്റ് ഡൽഹിക്ക് എത്തി. ഡൽഹിക്ക് എത്തുമ്പോൾ കുറച്ച് മയങ്ങിയ വയസ്സുണ്ടായി. എന്ത് പറ്റി? റോസ് ചേച്ചി എന്താ? ഹേമ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു സർപ്രൈസ് ഉണ്ടോ? കണക്ക് തുണി കെട്ടിക്കോന്ന്. കണക്ക് തുണി കെട്ടി നടപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവിടുന്ന് മയങ്ങി നടക്കാൻ തുടങ്ങി. നടന്നു എന്നിട്ട് ഫ്ലൈറ്റിൽ എങ്ങനെ ഇത് സർപ്രൈസ്, ഞങ്ങൾ ഒരു പ്ലേസ് പോകാനുണ്ട്, ട്രിപ്പ് പോകാനുണ്ട്, നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി എനിക്കൊരു പ്ലേസിൽ പോകാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് ഫുഡ് ഇങ്ങനെ മയങ്ങി അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. അമ്മ ഇപ്പോൾ വരുന്നുണ്ട്, അമ്മയ്ക്ക് കുറച്ച് ബിസിയാണ്, അങ്ങനെ കൊണ്ട് അമ്മ ഇപ്പോൾ വരും, അമ്മയുള്ള പ്ലേസൊക്കെ നമ്മൾ പോകുന്നത് പറഞ്ഞു. ഹേമ നമ്പി അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഹേമ സന്തോഷമായിരുന്നു. അങ്ങനെയായിട്ട് ഫ്ലൈറ്റ് പൊങ്ങി അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് കൊറിയക്ക് എത്തി. വാഹു, ഈ പ്ലേസ് സൂപ്പറായിട്ടുണ്ടായി ചേച്ചി. ശരി ഹേമ, നിൻ്റെ ഫോൺ എവിടെ? അയ്യോ ചേച്ചി, എൻ്റെ ഫോൺ കാണുന്നില്ലല്ലോ. സമാധാനമായി, ഫോണും പോയോ. അങ്ങനെയായിട്ട് ഹേമക്ക് സന്തോഷമായി. ഹേമ ഭയങ്കര സന്തോഷം, ജോളിയായിരുന്നു. ഹേമ അവരോട് അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നു. ഇതെവിടെ എന്താ ചേച്ചിനെ വിടാ. അങ്ങനെ ചേച്ചി ഹായ് ചേച്ചി, സുഖമാണോ? എന്തിനാ ചേച്ചി ഓടിപ്പോയാ? ഒന്നില്ല മോളെ, അവന് ശരിയില്ല, അതുകൊണ്ടാണ്. ഹേമ പറഞ്ഞു, എന്ത് ചേച്ചിയെ കാര്യം? അവനക്ക് കല്യാണം നടക്കാൻ എന്ത്? അവനക്ക് ആ മണ്ടക്കൊരിങ്ങനെ എന്നെ കല്യാണിക്കോ? എനിക്ക് അവന് ഇഷ്ടമല്ല, അങ്കിള് മാത്രമേ അവനുള്ളത്, എനിക്കെന്തിനാ അവന്? ഹേമ പറഞ്ഞു, അവനെനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞു. അങ്ങനെ കോളേജ് അവിടെ ജോയിൻ ചെയ്ത് ഹേമക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഹേമ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അമ്മന് കാര്യം മറന്നുപോയി. അവിടെ കൊറിയയിൽ ഫ്രണ്ട്സിനെ കൂടെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കോളേജ് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹേമനെ അങ്ങനെയായിട്ട് ഇങ്ങനെ അങ്ങോട്ടേക്കും നടക്കാൻ തുടങ്ങി. ഇപ്പോൾ കോളേജ് പഠിക്കുകയാണ്. അങ്ങനെയായിട്ട് ഹേമക്കും കല്യാണം കഴിപ്പിക്കാമെന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. എന്താ നീ പറഞ്ഞേ? ഹേമക്ക് 18 വയസ്സായിപ്പോൾ. അതെ, ഇനി നിൽക്കാൻ പോകുന്ന 19 വയസ്സാണ്. അതിനു മുമ്പ് ഹേമക്ക് കല്യാണം കഴിപ്പിക്കൊണ്ട് ജിമ്മിനോട് പറയാൻ തുടങ്ങി. ഇപ്പോഴെന്തിനാ ഇവൾ ചെറിയ പ്രായത്തിൽ? ഇല്ല, അമ്മ അർജുന് കൂടെ ഇവൾക്ക് കല്യാണം കഴിപ്പിക്കും. ഇല്ല, എല്ലാവരും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പറയുന്ന അമ്മയ്ക്ക് ഒന്നും പറഞ്ഞ് മനസ്സിലാവില്ല. അവിടെ പണത്തിന് വേണ്ടിയാണ് കല്യാണം കഴിക്കാൻ നോക്കുന്നത്. അമ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ജിമ്മിനോട് പറഞ്ഞു ഇവർ ചെക്കനോട് ഉണ്ട്, നല്ല ചെക്കനുണ്ട്, നിങ്ങൾ പറഞ്ഞു. അങ്ങനെ ജിമ്മിൻ ശരി ഓക്കെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ജിമ്മിന് യഥാർത്ഥം പോയി. അവിടെ ഒരു ക്യൂട്ടായ ഒരു ബോയ് ഉണ്ടായിരുന്നു. കാണാൻ നല്ല സുന്ദരനാണ്. അതുമാത്രമല്ല എന്നെ കോളേജിൽ ജൂനിയർ ആയിരുന്നു. ജിമ്മിൻ്റെ അനിയൻ്റെ ഫ്രണ്ടായിരുന്നു. അതെ, അനിയൻ്റെ ഫ്രണ്ടായിരുന്നു, ജൂനിയറാണ്. എന്നിട്ട് അനിയൻ ഫ്രണ്ട് മതിയാണ്. ജിമ്മിൻ ചോദിച്ചു, ഇവൻ എന്താ ചെയ്യുക? അല്ല ചേട്ടാ, ഇവൻ പഠിക്കുകയാണ്, കോളേജ് പഠിക്കുകയാണ്. ശരി ഓക്കെ, ഒരേ ക്ലാസ്. അങ്ങനെ രണ്ടുപേരും ഒരേ ക്ലാസ് പഠിക്കുകയാണെന്നും പറഞ്ഞായിരുന്നു. അതെ, അതിനെക്കൊണ്ട് ഹേമക്കും അവന് ഒത്തിരി ഇഷ്ടമാണ്. അതുമാത്രമല്ല യൂൻജനാണ് പേര്. യൂൻജനക്ക് ഹേമനെ ഒരുപാട് ഇഷ്ടം. രണ്ടുപേരും ഒരേ ക്ലാസ്സാണ് പഠിക്കുകയാണ്. ജിമ്മിനെ ഒരു പ്ലാൻ ചെയ്ത് തുടങ്ങി. അങ്ങനെ യൂൻജുൻ്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ നടന്ന കാര്യം പറഞ്ഞു. യൂൻജുനിക്ക് ഓക്കെ ഹേമക്ക് മാരേജ് കഴിപ്പിക്കാൻ അവർ ഓക്കെ പറഞ്ഞു. യൂൻജുനിക്ക് ഹേമക്ക് മാരേജ് നടന്നു. അതുകൊണ്ട് ഇപ്പോൾ സീക്രട്ടാണ്. അതുകൊണ്ട് ഇവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു രണ്ടുപേരും ലവ് ചെയ്യാണ്. അതുകൊണ്ട് ഇവർക്ക് മാരേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഹ്യൂൻജുൻ പറഞ്ഞിരുന്നു രണ്ടുപേരും ഒരേ ക്ലാസ് പറഞ്ഞ കോളേജിൽ ഒരേ ക്ലാസ് പറഞ്ഞ അടുത്തടുത്ത ക്ലാസ്സാണ്. യൂൻജുൻ സീനിയറാണ്. അതുകൊണ്ട് ഒരുവർക്ക് അങ്ങനെയായിട്ട് ഏജ് ആയിരുന്നു. അങ്ങനെ കൊണ്ട് യൂൻജുൻ പറഞ്ഞ ഒരേ ക്ലാസ് മാത്രം പഠിക്കുകയായിരുന്നു. അത് യൂൻജുൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് വരും. അത് മാത്രമല്ല സീനിയറാണ്. അങ്ങനെയായിട്ട് 3rd ഇയർ പഠിക്കുകയാണ് യൂൻജുൻ. അതുമാത്രമല്ല അങ്ങനെയായിട്ട് യൂൻജുൻ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ബിസിനസ് എല്ലാം റൺ ചെയ്യാൻ തുടങ്ങി യൂൻജുൻ. ബിസിനസ് അവന് ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല യൂൻജുനക്ക് മാരേജ് ആയിരുന്നു. അതുമാത്രമല്ല യൂൻജുൻ ഫൈറ്റിംഗ് ആയിട്ട് ഫുൾ അറിയും. അതുമാത്രമല്ല മാഫിയേൻ്റെ ഒരു മകനാണ് യൂൻജുൻ. ഒരു മാഫിയാണ്, നല്ല മാഫിയ. അതുമാത്രമല്ല യൂൻജുനക്ക് നടന്ന കാര്യം ഓൾറെഡി അറിഞ്ഞു. അതുകൊണ്ട് യൂൻജുൻ ടെൻഷനാകാൻ തുടങ്ങി. ഇവൻ എന്തിനാ വീടൊക്കെ വന്നത്, കൊറിയൊക്കെ വന്നു. അങ്ങനെ യൂൻജുൻ അതെ ഹീറോയിൻ്റെ അമ്മയും പിന്നെ അർജുൻ വന്നിട്ട് ഹേമനെ ടോർച്ചർ ചെയ്ത് തുടങ്ങി. ഹേമനെ കല്യാണം കഴിക്കാൻ യൂൻജുൻ കാറിൽ ഇറങ്ങി വന്നു. എവിടെടാ എൻ്റെ വൈഫിന് നമ്മളെ കൈ വെക്കുന്നത്? അങ്ങനെ യൂൻജുൻ്റെ ബോഡി ഗാർഡ് എല്ലാം ഫുഡിച്ചവൻ തല്ലാൻ തുടങ്ങി. അതിനായിട്ട് അർജുൻ പറയാൻ തുടങ്ങി. അർജുനെ അടിച്ചു ശരിയാക്കി. സത്യം പറയുന്ന ഇല്ലേ, ഈ ലൈറ്റ് അടിപ്പിക്കണം.
യോഞ്ജുൻ അടിപ്പ ഷോക്ക് കിട്ടി പെണ്ണി കൊടുക്കുന്നതാണ് സത്യം പറയുന്നത്. അതെ അതെ, ഇവിടെ പണത്തിന് വേണ്ടിയാണ് ഞാൻ ഇവരെ കല്യാണം കഴിക്കാൻ തുടങ്ങിയത്. ഒറ്റ കാര്യം ഡീറ്റെയിൽസ് പറയുന്നത്. അമ്മ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് ഹീറോയിൻ്റെ അമ്മയ്ക്ക് ടെൻഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ യൂഞ്ചിന് വീട്ടിലൊക്കെ ഒരു അടി വെച്ചു. അങ്ങനെ സോറിപ്പാ സോറിപ്പാ ഹേമയുടെ അടുത്ത് വന്നു. ഹേമക്ക് ടെൻഷനായി. നീ ഒരു അമ്മയാണോ? നീ എൻ്റെ ഒരു അമ്മയായിരുന്നു, ഇങ്ങനെ പറയുന്നൊന്നും സംഭരിക്കും, എനിക്ക് കാര്യമൊന്നുമില്ല. എൻ്റെ ചേച്ചി പാവം, എൻ്റെ ചേച്ചിക്കാരെ എന്ത് ചെയ്യാൻ കാരണം അറിയോ? ഇവനെ കല്യാണം ട്രൈ ചെയ്യാൻ തുടങ്ങി. അമ്മ നീ ഇവിടേക്ക് വരാൻ പാടില്ല, അമ്മയോട് ദേഷ്യത്തിൽ പറയാൻ തുടങ്ങി. യൂഞ്ചുൻ പറയാൻ തുടങ്ങി, സാറില്ല, അമ്മയുടെ തെറ്റല്ലേ, ഒരു അമ്മയ്ക്കൊരു അറിയില്ലായിരുന്നു, ഇവരൊരു പാസം കാട്ടുമ്പോൾ ഒരു സ്നേഹം കാട്ടുമ്പോൾ ഒരു അമ്മയായിരുന്നല്ലേ. യൂഞ്ചിൻ നല്ല മനസ്സ് കണ്ടിട്ട് അമ്മയെ സമ്മതിക്കണം ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിൽ പോയി രണ്ടുപേരും കെട്ടിപ്പാസം പറയാൻ തുടങ്ങി. ഞാൻ സോറി മോളെ, ഞാൻ തെറ്റ് നിറച്ച് പോയി, ഇവൻ്റെ അമ്മയെ നല്ലൊരു കാര്യം സംസാരിക്കുക, അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്തത്. അമ്മ ശരി അമ്മ, ശരി ഓക്കെ. അങ്ങനെ കുട്ടികളെല്ലാം കണ്ടു ഭയങ്കര സന്തോഷമാകാൻ തുടങ്ങി. അതിനായിട്ട് മൂച്ചി ബേബി സ്കൂൾ കളിക്ക് വന്നു. അമ്മ എന്ത് പറ്റി, ഇവിടെ ആരാ ഇത് എൻ്റെ ഗ്രാൻഡ് ആണ്. ഗ്രാൻഡ് മാ അത് കുറച്ച് ഡേയ്സ് പോയി. ജിമ്മിൻ്റെ അമ്മയും അച്ഛനും വന്നു. ആ എന്ത് പറ്റി മുച്ചി? ഇല്ല, ഗ്രാൻഡ് മാ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഗ്രാൻഡ് മാ വന്നിട്ടുണ്ടോ? ഇവർക്ക് കൺഫ്യൂസായി. ആരാന്ന് ചോദിച്ചു. നടന്ന കാര്യം പറഞ്ഞു. ശരി ശരി. അങ്ങനെയായിട്ട് കുട്ടികൾ എല്ലാവരും ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പോയി. അങ്ങനെ ടൂറിസ്റ്റ് പോയി. പി ടി എസ് മെമ്പേഴ്സും ഉണ്ട്, എല്ലാവരും യൂഞ്ചനും ഉണ്ട്, ഹേമവും ഉണ്ട്. ഹേമ പറയാൻ തുടങ്ങി റോസിൻ്റെ ഫിയാൻസി എല്ലാവർക്കും ഒരാൾക്ക് മാരേജായി. അങ്ങനെയായിട്ട് എല്ലാവരും ബിസിനസ് മാനിനെ മാരേജ് കഴിച്ചായിരുന്നു റോസും. അങ്ങനെയായിട്ട് റോസും മാരേജ് കഴിച്ചു. റോസ് ബിസിനസ് പറഞ്ഞ റോസ് മാരേജ് കഴിച്ചത് വീനാണ്. അത് മാത്രമല്ല അനു മാരേജ് കഴിച്ച് ജങ്കുക്കിന്. അങ്ങനെ എല്ലാവരും ഹാപ്പി താമസിക്കാൻ തുടങ്ങി. എന്താടാ നടക്കണം? ജങ്കുക്ക് വി പറയാൻ തുടങ്ങി. എന്താടാ നമ്മളെ വൈഫ് നമ്മളെ ഇടിച്ച് ചമ്മന്തിയൊക്കെ, നമ്മളെ വൈഫ് ഇവളെ മാറി ടോർച്ചർ. അങ്ങനെ രണ്ടുപേരും യഥാർത്ഥ തിരിഞ്ഞൊക്കെ അയ്യോ ഇവർ രാശേഷിമാറ രണ്ടുപേരും പിടിച്ച് കാത് തിരിയാണ്. എന്താടാ നിങ്ങൾ പറഞ്ഞത്? എന്നാ ഞങ്ങൾ രാശേഷിമാറ, നീ രാശേഷനടാ, എന്താടാ നീ പറഞ്ഞ? ആരടാ അവള്? ആരാ? ഞാൻ സ്റ്റേജിൽ നോക്കിയായിരുന്നു. അങ്ങനെ എല്ലാം ഓടിച്ച് വായിക്കാൻ തുടങ്ങി. ഹാപ്പി എൻഡിങ്.